ഹലോ ഗൈസ്, ഹായ്. ഞാനിപ്പോൾ മണാലിയാണ് ഉള്ളത്. മണാലല്ല, മണാലിയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് എന്താ സ്ഥലത്തിന് വരുന്നതെന്ന് പറഞ്ഞാൽ സൊലങ് വാലി. സൊലങ് വാലി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നിങ്ങളുടെ സ്ഥലം കണ്ടോ? പക്ഷെ ഇവിടെ അധികം മഞ്ഞ് വീഴ്ചയൊന്നും കാണാൻ കഴിയുന്നില്ല. ഉണ്ട് കുറച്ച് ഇപ്പോൾ ഒന്ന് വെയിലിറക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ അവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ ഞങ്ങളിപ്പോൾ ഇത് റൂം എടുത്തു. ഉണ്ടോ പുറകെ കണ്ടോ റൂം? കുഴപ്പമില്ല. നിങ്ങളിവിടെ വരികയാണെങ്കിൽ, നിങ്ങൾ ഈ ബാർഗിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഹീറ്റർ എന്തായാലും നിങ്ങൾ എന്തായാലും പറയണം ഉണ്ടോയെന്ന്. പിന്നെ ചൂടുവെള്ളം കിട്ടുന്നതൊക്കെ നിങ്ങൾ ചോദിക്കണം. ഇവിടെ ഇപ്പോൾ ഞങ്ങളിപ്പം ചെറുങ്ങനെ കുടുങ്ങി കിടക്കുക. ഞങ്ങൾക്കിത് 1500 രൂപയ്ക്ക് കിട്ടി. ഉണ്ടോ? ഇത് അവിടെയാണ് കേട്ടോ ഹോം സ്റ്റേ വരുന്നത്. ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. അവിടെയാണ് ഹോം സ്റ്റേ വരുന്നത്. എന്താ ഇത് സംഭവം? സ്നോ അല്ല, ഐസായിട്ടുണ്ട്. ഇതിലൂടെ നടന്നു പോകുന്ന നേരം ചിലപ്പോൾ സ്ലിപ്പാകാൻ സാധ്യതയുണ്ട് ഈ കാറ്റാനൊക്കെ കൊണ്ടേ. അപ്പോൾ അവനതിലേ പോവുക, ഞാൻ വേറെ ഏതാ വഴിക്ക് പോട്ടെ. ആവൂല, ഈ തണുപ്പായതുകൊണ്ട് വീണാൽ നല്ല വേദനയായിരിക്കും. എനിക്ക് ഞാൻ ഇതിലൂടെ പോട്ടെ എന്നാൽ. ഓക്കെ. തന്നെയല്ലേ യാക്കെന്ന് പറഞ്ഞല്ലേ? എന്ത് ഭംഗിയല്ലേ കാണാൻ. എൻ്റെ അമ്മ എൻ്റെ മൂക്കിൽ വിട്ട് വലിച്ചു നോക്കിയാൽ അതിൻ്റെ മൂക്കിലേ കയറിയിട്ടൊരു വലിച്ചൊരു മൂക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അയ്യോ, അതുണ്ട് നിങ്ങൾ ഇത് മൊത്തം ഐസ് ഉറഞ്ഞു പോയതാണ്. ഇതിൽ നടക്കുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ വേഗമൊക്കെ അങ്ങ് നടന്നു പോയാൽ പെട്ടെന്ന് സ്ലിപ്പായി പോകും. റോഡ് മേലെത്തിട്ടോ അത്. സോലങ് വില്ലേജ്, സോലങ് വാലി റോഡാണ് കേട്ടത്. ഞങ്ങൾ അവിടെ റൂം ചോദിക്കായിരുന്നു. ഹോട്ടൽ സോലങ് ഹോളിഡേ. അവിടെ 2500 രൂപ പറയുന്നത്. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങളെന്താ കഴിച്ചെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് റൈസും പിന്നെ ഒരു രാജ്മ കറിയും. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല ചൂടോടെ കഴിക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തൊക്കെയുള്ളത്, അഡ്വഞ്ചറായിട്ടുള്ള ഈ പാരച്യൂട്ട്, പാരഗ്ലൈഡിങ്, ഇങ്ങനത്തെ ഓരോ അഡ്വഞ്ചറായിട്ടുള്ള കായിക വിനോദങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങളൊരു ബൈക്ക് റെൻറ്റിനെടുക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ മുകളിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാരച്യൂട്ട്, അതൊക്കെ ഇവിടെയാണ് ഉള്ളത്. ഇങ്ങനത്തെ വിനോദങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത്. അതായത് സോലങ് വാലിയിൽ നിന്ന് ആ ബോർഡിൻ്റെ കുറച്ച് മുകളിലേക്ക് ഞങ്ങളിപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക വണ്ടിക്ക് വേണ്ടിയിട്ട്. റോയൽ എൻഫീൽഡിൻ്റെ ഏതൊരു മോഡലാണെന്നാണ് പറഞ്ഞത്. ഇതാണ് കേട്ടോ റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം 450. 1200 രൂപ ഒരു ദിവസത്തേക്ക്. ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ അട്ടൽ ടണൽ, മുകളിലൊരു പുതിയൊരു ടണൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുക മുകളിലേക്ക്. അത് മുകളിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ് മുകളിലേക്ക് ബൈക്ക് കടത്തി വിടുകയാണ്. 4 വീല് മാത്രമേ ഉള്ളൂ മുകളിലേക്ക് കടത്തി വിടുള്ളൂ. എന്തോ മഞ്ഞ് വീഴ്ചേൻ്റെ എന്തോ പ്രശ്നമായിട്ടായിരിക്കും, അല്ലെങ്കിൽ വണ്ടി സ്കിഡാകുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. ഞങ്ങളിപ്പോൾ പോകുന്നത് മണാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. ഹിഡിംബ ടെമ്പിൾ. അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അതായത് മണാലിയിൽ നിന്ന് ഈ സോലങ് വാലിയിലേക്ക് ഏതാണ്ട് 14 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ മണാലി എത്തേണ്ടെന്ന് തോന്നുന്നു, കുറച്ച് പുറകോട്ടാണെന്ന് തോന്നുന്നത്. ഞങ്ങളിപ്പോൾ സോലങ് വാലിയിൽ നിന്ന് തിരിച്ച് താഴോട്ടിറങ്ങുന്ന സമയത്ത് മെയിൻ റോഡിൽ നിന്ന് വലത്തോട്ട് റോഡുണ്ട്, ചെറിയ റോഡ്.
റോഡ് കൂടെ നേരെ പോയിട്ട് നേരെ മെയിൻ റോഡിൽ തന്നെ കയറുക. ഇത് ഞങ്ങൾ ഏകദേശം ആ അമ്പലത്തിൽ എത്താനായെന്നാണ് തോന്നുന്നത്. ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. ഈ തനതായിട്ടുള്ള അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോരോ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. അതിനടുത്ത് തന്നെ ആയിട്ടൊരു ചെറിയൊരു എന്തിൻ്റെയാണെന്നറിയില്ല, ഒരു വിളക്കൊക്കെ വെച്ച് ആരാധിക്കുന്ന ഒരു സ്ഥലമുണ്ട് പുറകോട്ടായിട്ട്. മൊത്തം കാടിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ അത്, ഹിഡിംബ ദേവി ടെമ്പിൾ. ഈ റോയൽ എൻഫീൽഡിൻ്റെ ഈ സ്ക്രാം 450ക്ക് അതായത് കുറച്ച് വെയിറ്റ് കൂടുതലാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞതല്ല, ഓടിച്ച് അവൻ പറഞ്ഞതാ. അവന് കുറച്ച് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ വിചാരിച്ചത് ഒരു ശരിക്കുള്ള പോവാണ്, പ്ലാസ്റ്റിക്കിൻ്റെ അത് സംഭവം. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, ഇവരുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെഡിലുള്ളൊരു വസ്ത്രം, നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. ആ ഡ്രസ്സ് ഇട്ടുകയാണ് ധരിച്ചിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വെച്ചാൽ അടിപൊളി ലുക്കാണ്. അവരുടെ ആ ഓർണമെൻറ്റ്സ്, നെക്ലേസൊക്കെ ഇട്ടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ലുക്ക്. പിന്നെ ഒരു മുയലുണ്ട് കേട്ടോ, ഒരു എന്താ പറയുക, കുറച്ച് സൈസ് കൂടിയ ഒരു മുയൽ. അതിനെ നമുക്ക് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാം. അതായത് ഈ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചതിന് ശേഷം ഈ മുയലിനെ പിടിച്ചിട്ട് ഈ ഫോട്ടോ എടുക്കാം. നല്ല അടിപൊളി മുയൽ, കാണാൻ നല്ല ഭംഗിയുള്ള മുയൽ. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, അതായത് ഈ ഹിഡിംബ ദേവി ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇത് ദുംഗരി ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ക്ഷേത്രം ദുംഗരി ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ മഹാഭാരതത്തിലൊരു വ്യക്തിയായ അല്ലെങ്കിൽ കഥാപാത്രമായ ഭീമൻ്റെ ഭാര്യമാരിൽ ഒരാളായ ഹിഡിംബി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് കേട്ടത്. ഇതൊരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. ഉയർന്നു നിൽക്കുന്ന ഒരു പാറയുടെ മുകളിലാണ് ഇത് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ 1553 മഹാരാജ ബഹദൂർ സിംഗ് നിർമ്മിച്ചതാണ് കേട്ടോ ഈ ക്ഷേത്രം. ഇപ്പം നിങ്ങൾ കാണുന്ന ഇത് എന്തോ ഒരു ചെണ്ടയാണ്. അവർ എന്തോ പൂജയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ആചാരപ്രകാരമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന ഒരു ചെണ്ടയാണ്, അതിനാണെന്ന് തോന്നുന്നു. ഈ അമ്പലം മഞ്ഞുകാലത്ത്, അത് ഞങ്ങളിപ്പം ഈ മഞ്ഞ് വീഴ്ചയുള്ള സമയത്താണ് നിൽക്കുന്നത്. മഞ്ഞ് ഉണ്ടാകേണ്ട സമയത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ മഞ്ഞ് വീഴ്ചയൊന്നുമില്ല. എന്തായാലും നല്ല വെയിലാണ് ഇപ്പോൾ ജനുവരിയിൽ. ഇപ്പോൾ നല്ല വെയിലാണ് അവിടെ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ, ഈ ക്ഷേത്രം ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ അമ്പലത്തിൻ്റെ. അങ്ങനത്തെ ഒരു ചിത്രം ഞങ്ങൾക്ക് പകർത്താൻ കഴിഞ്ഞില്ല. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ